ഹലോ കൂട്ടുകാരെ, ഒത്തിരി നന്ദി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആദ്യം തന്നെ നിങ്ങളൊക്കെ എനിക്ക് കമന്റ്സിൽ പറയാറുണ്ട്, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. അത് കേട്ടപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുകയാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തംബ്നെയിൽ എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന, വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന, നിങ്ങളുടെ യൂട്യൂബ് സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾ എങ്ങനെ കണ്ടന്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. 250 രൂപ ഫീ ഉണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പലരും അത് ഫ്രീ ആണെന്ന് ഓർത്തിട്ട് വന്ന് അതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ല കേട്ടോ, ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് ചോദിച്ചാൽ എഡിറ്റിംഗ് ക്ലാസ് ഒക്കെ 5 ദിവസത്തേക്കേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോൾ വേണേലും എന്നോട് വന്ന് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. വൺ ടൈം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം. ഞാൻ എൻ്റെ ഗ്രൂപ്പിനകത്ത് ചേരുന്ന ആർക്ക് സബ്സ്ക്രൈബേഴ്സിനെയോ വ്യൂസിനെയോ ഒന്നും കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതൊന്നും പ്രതീക്ഷിച്ച് ആരും വന്നേക്കരുത്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളത് ബിസിനസ് ആയിക്കോട്ടെ, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യമായിക്കോട്ടെ, വീട്ടിലൊരു തയ്യലായിക്കോട്ടെ, നിങ്ങളെ തന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്താണെന്നുള്ള മുഴുവൻ കേൾക്കാതെ നിങ്ങൾ പോവരുത്. അത് ഫുള്ളായിട്ടൊന്ന് കണ്ട് നിങ്ങൾ നോക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് അത് ജെനുവിൻ ആണെങ്കിൽ, ജെനുവിനായിട്ട് ആരെങ്കിലും കൊണ്ട് നിങ്ങൾ ചെയ്യിച്ച സബ്സ്ക്രൈബർ നിർബന്ധിച്ച് ചെയ്യിച്ചതല്ല, നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന 1000 സബ്സ്ക്രൈബേഴ്സ് അല്ല 500 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വർക്കാവും. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിളാണ് പറയുന്നത്, 2 ഐഡിയാസ് ഉണ്ട്, അതിൽ ഒന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾ എന്തെങ്കിലും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ട്യൂഷൻ കൊടുക്കുന്ന ആളാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, സ്റ്റിച്ചിങ് ചെയ്യുന്ന, പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണെന്ന് തന്നെ വെച്ചു. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് 300 പേരിൽ നിന്ന് ഒരു ഫീസ് ഈടാക്കാൻ പറ്റും ഈസി ആയിട്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് 500, കുറഞ്ഞ ഒരു 500 ആണെങ്കിലും മതി. സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസ്ഡ് ആയില്ലേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്ന എത്രയോ പേരുണ്ട്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ഒത്തിരി പേര് പറഞ്ഞു ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ റെഡിയാണെന്ന്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയിട്ട് അതിൽ നിന്ന് പരസ്യങ്ങൾ വന്ന് അതിൽ നിന്ന് വരുമാനം വന്നില്ലെന്ന് ഓർത്ത് വിഷമിക്കില്ലേ. ഇപ്പം പലരും പറയുന്നുണ്ട് 16,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട്, പക്ഷെ അവർക്ക് പൈസ വരുന്നില്ല. എന്നുവെച്ചാൽ അവരുടെ 16,000 ഷോർട്സ് മാത്രം പോരല്ലോ, വാച്ച് അവർ ആകുന്നില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ഫെമിലിയർ ഫേസും ഫെമിലിയർ വോയിസും നിങ്ങളുടെ വീഡിയോ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ 16,000 പേര് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവർ നിങ്ങളെ കാണാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് കുറഞ്ഞതൊരു 300 പേര് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് പൈസ വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ജെനുവിൻ ആണ്, അത് ഒരാൾക്ക് നല്ലതായിട്ട് കേട്ടാൽ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് എന്നെ കേൾക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൃത്യമായ കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അവർ വിശ്വസിക്കുകയും നിങ്ങളുടെ സഹായം തേടുകയും ചെയ്യും. എക്സാമ്പിൾ, ട്യൂഷൻ എടുക്കുന്നവരെന്ന് വിചാരിച്ചു എന്ന് കരുതി ഇപ്പൊ ഈ പകുതി കേട്ടിട്ട് ഓടല്ലേ, അയ്യോ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോവരുത്. അല്ലാത്തവർക്കും ഉള്ള പണിയുണ്ട്, ഞാൻ വേറെ പറയുന്നുണ്ട്. ട്യൂഷൻ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നും ചെറിയ ചെറിയ ടോപ്പിക്ക് അത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ ഇപ്പൊ നിങ്ങൾ പോയി ആ പരിപാടി ചെയ്തിട്ട് കുളവാക്കരുത്. കാരണം പലരും ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ട് ഈ 10-56 പിള്ളേരെ, ഞാൻ ടീച്ചർ ആയിരുന്നതുകൊണ്ട് എനിക്കറിയാം, ഈ ക്ലാസ്സിലൊരു കുറഞ്ഞൊരു 30 പിള്ളേരുകളുണ്ട്. ഇതുങ്ങളുടെ എല്ലാം വായിട്ടളിക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ ക്ലാസ് ചിലപ്പം ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തതുകൊണ്ടായിരിക്കാം, അല്ലെ ആ കുട്ടിക്ക് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടിയും അമ്മയും കൂടി ഇരുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഞാൻ പറയാൻ വരുന്ന കാര്യത്തിലേക്ക് അവർ വരുന്നത്. നിങ്ങളുടെ ചാനല് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കുട്ടിക്കും അത് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ, അതായത് സ്കൂളിലെ മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിക്ചേഴ്സ് ഒക്കെ വെച്ച് വളരെ നമുക്ക് എഡിറ്റിംഗ് വഴി പിക്ചേഴ്സ് ഒക്കെ കൊടുക്കാം, തമാശകളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ ഉണ്ടാക്കിയ നിങ്ങളൊരു ബയോളജി ആണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ബയോളജിയിലെ ബാക്ടീരിയനെ ഒരു മനുഷ്യനായിട്ടൊക്കെ കണ്ട് അവൻ ഭക്ഷണം കട്ട് തിന്നുന്നു, അവൻ ഇവിടുന്ന് തിന്നുന്നു, ഇവിടുന്ന് തിന്നുന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്റർടൈൻ ചെയ്താണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾ നമ്മളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടും. ആ കൂട്ടത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് ഇത്രയും ക്ലാസ് മുതൽ ഇത്രയും ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാം, ഈ ഇന്ന പോർഷനൊക്കെ, അല്ലെ 10th കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാം, ഇത്രയും ഫീസാണ്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങളൊരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു മാസം 500 രൂപ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടി കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇത് പ്രഖ്യാപിച്ചാലോ ഒരു നോട്ടീസ് അച്ചടിച്ചിറക്കിയാലോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോലും നിങ്ങളുടെ കടയിൽ കയറണമെന്നില്ല, നിങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ വന്ന് ചേരണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടവർ, നിങ്ങളിൽ വിശ്വസിക്കുന്നവര്, ക്ലാസ്സിൽ കുട്ടികൾ ഇരുന്നോളുമെന്ന് അച്ഛനമ്മമാർക്ക് ഉറപ്പ് കിട്ടുന്ന ആ ഒരു നിമിഷം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവർ ഉറപ്പായിട്ടും വന്ന് ജോയിൻ ചെയ്യും. നിങ്ങൾക്കൊരു 10 കുട്ടികളായിക്കോട്ടെ, ഒരു 50 കുട്ടികളായിക്കോട്ടെ, നിങ്ങൾക്കത് വരുമാനമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ള സങ്കടം അവിടെ തീരും. പിന്നെ അതിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് റെഫർ ചെയ്യാനായിട്ട് വീണ്ടും നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോഴും നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ലാത്തവരും അത് കയറി കാണാൻ തുടങ്ങും. നിങ്ങളെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂടിയവരെ എപ്പോഴും നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ കയറി കാണുന്നത് കൊണ്ട് യൂട്യൂബ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ ചാനലിനെ വളരാൻ അത് സഹായിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ പലരുടെയും മുഖം വാങ്ങി കാണും. കാരണം പലതും പഠിപ്പിച്ചു കൊടുക്കാൻ അറിയത്തില്ലാത്തവരും പഠിത്തമില്ലാത്തവരും, അതായത് ഞാൻ പറഞ്ഞ +2 കഴിഞ്ഞ് പഠിക്കാത്തവരും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരും ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സാധാ ഒരു തയ്യൽ കടക്കാരിയാന്ന് വിചാരിക്കുക, തയ്യലൊക്കെ അല്ലെങ്കിൽ തയ്യലിന് നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ട്രൈപോഡും ഒരു ലൈറ്റും ഒരു മൈക്കും ഉണ്ടെങ്കിൽ സുഖമായിട്ട് പൈസ ഉണ്ടാക്കാം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരം കാര്യമല്ല. പലരും തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, പക്ഷെ എവിടെ പോകും, ഏത് ചാനൽ കാണും, ഇങ്ങനെയുള്ളൊരു പ്രശ്നം കാണും. അപ്പം നിങ്ങൾ ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾ ഇങ്ങനെയാണ് ഡ്രസ്സിന്റെ കഴുത്ത് വെട്ടുന്നത്, ഇങ്ങനെയാണ് ഡ്രസ്സിന്റെ കൈ വെട്ടുന്നത്, വിശദമായ വീഡിയോ എൻ്റെ ലോങ് വീഡിയോ നിങ്ങളൊന്ന് പോയി കാണുമെന്ന് പറയാം. അപ്പം നിങ്ങൾ പറയുന്നത് ഇൻട്രസ്റ്റിങ്ങും ഏതൊരു സൂചി നൂലും പോലും കോർക്കാൻ അറിയാത്ത ഒരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നത്. അത് എൻ്റെ മോളുടെ പ്രായം ഒരു 15 വയസ്സുണ്ട്. അപ്പൊ അവളൊക്കെ ഈ അവധിക്കാലത്ത് പിള്ളേർക്കൊക്കെ ഇരുന്ന് കണ്ടാൽ മനസ്സിലാവുന്ന ബേസിക് മുതൽ നിങ്ങൾ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, ആർക്കും മനസ്സിലാവുന്ന പോലെ അളവുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ സ്ഥിരമായിട്ട് ആൾക്കാർ കാണുകയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യൂ. 5 ദിവസത്തെ ക്ലാസ്, കൈ വെട്ടുന്നതിന് 5 ദിവസത്തെ ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് വെട്ടുന്ന വിവിധ ഫാഷനുകൾ പഠിപ്പിക്കുന്ന ഇത്രയും ദിവസത്തെ ക്ലാസ് നമ്പർ നിങ്ങൾ കൊടുത്താൽ ഉറപ്പായിട്ടും ഒരു ചെറിയ തുക, മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന തുക എടുക്കാവുള്ളൂ. ഞാൻ നേരത്തെ ഒരു 500ന്റെ കാര്യം പറഞ്ഞെങ്കിലും ഈ 500ൽ താഴെയുള്ളത് പിടിക്കാവുള്ളൂ. കാരണം നിവൃത്തിയില്ലാത്തവരും ഈ കൂട്ടത്തിൽ വരുന്നുണ്ടേ. അപ്പം നിങ്ങൾ അതനുസരിച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 100 പേര്, 100 അല്ല, നിങ്ങളുടെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണ്, ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന ഒരു വീഡിയോ ആണ് എങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യും. ഇത്രയും ദിവസം ക്ലാസ് കഴിയുമ്പോൾ അവർ മാറിക്കഴിഞ്ഞാൽ അടുത്തവരെ നമുക്ക് ചേർക്കാമല്ലോ. അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഈ വീഡിയോ ഒരു ദിവസം അല്ലല്ലോ യൂട്യൂബിൽ കടന്നു പോകുന്നത്, ഒരുപാട് ദിവസം കടന്നു പോവുകയും ആളുകൾ വരികയും ചെയ്യും. അപ്പം ക്ഷമയോടുകൂടി ആദ്യമേ 10 പേരെ വന്നു, അല്ലെങ്കിൽ ആദ്യം 3 പേരാ ചേർന്നാൽ 3 പേരെ നിസ്സാരമായി നിങ്ങൾ കാണരുത്. അവർ ഓരോരുത്തരും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ചിലപ്പോൾ അവർ തന്നെ ആൾക്കാരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കും. ചേച്ചിയുടെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയും. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നു? അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കുടിൽ വ്യവസായങ്ങൾ എന്നൊക്കെ, എനിക്ക് ആ കറക്റ്റ് വാക്ക് അതാണോ എന്ന് അറിയില്ല. ഇപ്പം ഈ ചെറിയ തോതിൽ വീട്ടിൽ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ ചെയ്യുന്ന ചേച്ചിമാരും ആന്റിമാരും ഒക്കെ ഉണ്ട്. അവർ വീഡിയോ ഇടുന്നവരുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഓർത്തോ. നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവരാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും എമൗണ്ട് സാധനം മതി, ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യാൻ, ഇങ്ങനെയാണ് പാക്കിങ്. പിന്നെ ബിസിനസ്സിൽ പൈസ ഇടുന്നതും മറ്റ് ബിസിനസ് കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് ക്ലാസ് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. A to Z ക്ലാസ് 10 ദിവസം. നിങ്ങളിപ്പോൾ 150 രൂപ ഫീസ് വെച്ചെന്ന് വെച്ചോ, എല്ലാവരും ഒന്ന് കയറി കാണും. കാരണം പൈസയ്ക്ക് വേണ്ടി ആളുകൾ എന്ത് തൊഴിൽ ചെയ്യും? മിക്കവാറും ലേഡീസ് ആണ്. പഠിച്ചു, വിദ്യാഭ്യാസം ഉണ്ട്, പിള്ളേരുള്ളതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ല വിദ്യാഭ്യാസം ഇല്ല, ഹസ്ബൻഡിന്റെ കീഴിലാണ്, പൈസയ്ക്ക് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് നടക്കുന്ന ലേഡീസും നമ്മുടെയൊക്കെ ഈ ചാനലുകൾ കാണുന്നവരുണ്ട്. അവർക്ക് വീട്ടിലിരുന്ന് എങ്ങനെ തുടങ്ങാൻ പറ്റും, ചെറിയ തോതിൽ എങ്ങനെ തുടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. മാത്രമല്ല, നിങ്ങൾ എപ്പോൾ ഇടുന്ന വീഡിയോസും അവർ കാണും. ഒന്ന്, നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ വരുമാനം കിട്ടും, മറ്റൊരു സൈഡിൽ കൂടെ നിങ്ങൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെ വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത്ര കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളും ആയതുകൊണ്ട് ഉറപ്പായിട്ട് അവർ കയറി നിങ്ങളുടെ വീഡിയോസും കാണും. അപ്പൊ വീഡിയോസും ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഒരു പബ്ലിസിറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നും നിങ്ങൾക്ക് ഈ കഴിവുണ്ടെന്നും അറിയിക്കാനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഞാൻ ഉദാഹരണമായിട്ട് 3 കാര്യമേ പറഞ്ഞുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഐഡിയ എന്താണ്? ഇനി മേക്കപ്പ് ആണോ? മേക്കപ്പ് പഠിപ്പിച്ചു കൊടുക്കാം. എത്രയോ ബ്യൂട്ടീഷ്യൻ പഠിച്ച കുട്ടികൾ സ്ഥാപനം ഇടാനായിട്ട് ക്യാഷ് ഇല്ലാതെ ഇരിക്കുന്നവരില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ പഠിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യന്റെ ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. ഇത്രയും ദിവസത്തേക്ക് ഇത്രയും രൂപ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം. അപ്പം ഇത് ഒരു ഐഡിയ ആയിട്ടുള്ളൂ. അടുത്ത ഒരു രീതി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മോണിറ്റൈസേഷനും ആയിട്ടില്ല, നിങ്ങൾക്ക് വാച്ച് അവറും ആയിട്ടില്ലെങ്കിലും സങ്കടപ്പെടാതിരിക്കാൻ ഷോർട്സ് ഇടുന്നവർക്ക് പ്രത്യേകിച്ചും ഞാൻ ഒരു ഐഡിയയും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഷോർട്സ് ഒക്കെ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നവരാണ്, ലോങ് വീഡിയോസും ഇടുന്നുണ്ട്. നിങ്ങൾ ഫെമിലിയർ ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ രേണുസുധീനെ ഉദാഹരണമായിട്ട് എടുക്കാം. എനിക്ക് ആ സ്ത്രീയോട് പ്രത്യേകിച്ച് ദേഷ്യമോ ഇഷ്ടമോ അങ്ങനത്തെ ബഹളമോ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഉദാഹരണം നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളെ പറയാം. രേണുവിനെ നമുക്ക് അറിയാമല്ലേ, അവരെ എല്ലായിടത്തും കാണുന്നതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലത്തെ വീഡിയോസ് ചെയ്യാനല്ല ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങളുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മുഖം കാണിച്ചിടുന്നവരാണ്, നിങ്ങളുടെ മുഖം കൊണ്ടും ആളുകൾക്ക് പരിചിതമായ ഒരു ഫേസ് ആയി കഴിഞ്ഞാൽ എന്നും സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ചേച്ചി, എന്നും ഈ ഒരു സ്റ്റൈലിൽ സംസാരിക്കുന്ന ചേച്ചി, നല്ല രസമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചേച്ചി, എപ്പോഴും ഷോർട്സ് ഇടുന്ന ഒരാൾ, എപ്പം ഷോർട്സിലോട്ട് കയറിയാലും കാണുന്ന ഒരു മുഖം എന്ന് പറയുമ്പം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയാലും നിങ്ങൾക്കൊരു 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ 10 പേര് അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പ്രൊമോഷൻ വീഡിയോസുമായി ആളുകൾ സമീപിക്കും. നിങ്ങളെ കൊണ്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അവര് നിങ്ങൾക്ക് പൈസയും കിട്ടും. അങ്ങനെ പൈസ മേടിക്കുന്ന ഒരുപാട് പേര് യൂട്യൂബിലുണ്ട്. ഇൻസ്റ്റഗ്രാം ഇതുപോലെ തന്നെയാണ് വർക്കാവുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഈയിടെ വെറുതെ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന ഒരു ചേട്ടന്റെ വീഡിയോ വൈറലായത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണല്ലോ. ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാവരും ഇനി കാണാൻ ആരും ഇല്ല. മിൽമയുടെ പരസ്യത്തിൽ വരെ ചേട്ടനുണ്ട് ഇപ്പം. ആ ചേട്ടൻ എന്താ രാവിലെ ചെയ്യുന്നത്? ആ ചേട്ടൻ രാവിലെ അല്ല, എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനോന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഉച്ചയ്ക്ക് വന്ന് കഴിക്കുന്നതൊന്ന് വീഡിയോ ഇട്ടതാ, ഒരു മ്യൂസിക് ഒക്കെ ഇട്ട്. ആ ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ആ ചേട്ടൻ ഫേമസ് ആയപ്പോൾ മിൽമയുടെ ഒക്കെ പരസ്യത്തിലുണ്ട്. ആ ചേട്ടൻ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ നമ്മൾ ഫേമസ് ആകുക എന്നുള്ളത്, ഞാൻ രേണുസുധീനെ ഉദാഹരണം പറഞ്ഞത് ഒരിക്കലും അതുമായിട്ട് ബന്ധപ്പെടുത്തരുത് കേട്ടോ. അപ്പൊ അവരുടെ ഒരു സ്റ്റൈലുണ്ട്, നമ്മുടെ സ്റ്റൈല് മറ്റൊന്നാണല്ലോ. അപ്പം നിങ്ങൾ നല്ല നല്ല വീഡിയോസ്, എഡ്യൂക്കേഷനിലാണെങ്കിലും നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്ട്സുകളുടെ ഇത് കിട്ടും. നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഒന്നും അറിയണമെന്നില്ലെന്ന്, നിങ്ങൾ അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല, പെർഫെക്ഷൻ ഇപ്പോഴത്തെ കാലത്തെ അറിയാമല്ലോ, പെർഫെക്ഷനിലൊന്നും ഇപ്പം ആരും നോക്കുന്നില്ല. മേക്കപ്പ് ഇടാൻ അറിയത്തില്ലാത്ത ഒരാൾ മേക്കപ്പ് ഇടുന്ന കാണാൻ പോലും ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളങ്ങനെ നിരന്തരം അങ്ങനത്തെ വീഡിയോ എന്നും ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ വിചാരമുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ വില കൂടിയ വസ്ത്രം അല്ല. നിങ്ങൾ എന്നും പണിക്ക് പോകുന്നു, നിങ്ങളൊരു സെയിൽസ് ഗേൾ ആണ്, നിങ്ങൾ അല്ലെങ്കിൽ പുറത്തല്ലാതെ ചെറിയൊരു ആയച്ചേച്ചിയാണ് സ്കൂളിലെ, നിങ്ങൾ എന്നും നിങ്ങളുടെ ഉള്ള സാരി നല്ല വൃത്തിക്ക് ഉടുത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്, അല്ല നിങ്ങൾ എന്നും നന്നായി ഒരുങ്ങി പോകുന്ന ഒരു സ്ത്രീയാണ്. നിങ്ങൾ അത് മാത്രമാണ് ഷോർട്സ് ഇടുന്നത്. പക്ഷെ നിങ്ങൾ ഫെമിലിയർ ഫേസ് ആണ്. എല്ലാവർക്കും ആ ഒരു ഒരുക്കം, ലളിതമായ കുട്ടിക്കുറ പൗഡറൊക്കെ ഇട്ട് വെറുതെ ഉള്ള കൺമഷിയൊക്കെ, ചെറിയ കൺമഷി, കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് ആ ഉള്ള ആഭരണങ്ങൾ ഭംഗിയായിട്ടിട്ട് കുപ്പിവിളകളൊക്കെ ഇട്ട് പോകുന്ന ആ ഒരു ചേച്ചീനെ കാണാനും ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മറ്റൊരാളെ അനുകരിക്കുക എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പലരുടെയും യൂട്യൂബ് ചാനൽ കയറി ചെക്ക് ചെയ്യുന്നതാണല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. അവരോട് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുക, ഇങ്ങനെ ചാനലിൽ ഇത്രയും വാച്ച് അവർ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഉടനെ ചാനൽ നമ്മളെ യൂട്യൂബ് അങ്ങോട്ട് ഏറ്റെടുത്ത് പൈസ തരുമെന്ന്. പക്ഷെ അങ്ങനല്ല കേട്ടോ. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്, മനസ്സ് മടുക്കരുത്. ഇത് മനസ്സ് മടുത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. എനിക്ക് അത്ര വിഷമം വന്നിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ. പലരും എന്നോട് വന്ന്, ചേച്ചി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു ചേച്ചി, എനിക്ക് ഇങ്ങനെ പ്രതീക്ഷകളുണ്ടല്ല, എൻ്റെ കുട്ടിക്ക് വയ്യ, എനിക്ക് അസുഖമുണ്ട്, എനിക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് അവരോട് എന്താ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എനിക്ക് അത്ര ഇമോഷണൽ ആയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പക്ഷെ എന്നാലും എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്ന് 1-2 പേരൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള സംസാരം, ഒരാളെ നന്നാവണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കുഞ്ഞ് എഡിറ്റിംഗ് വീഡിയോയുടെ ഇതാ തുടങ്ങിയത്. അപ്പൊ എനിക്ക് അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങൾക്കുള്ള ചെറിയ തുക എനിക്ക് കിട്ടുന്നുണ്ട്.
അപ്പം അതൊരു ആശ്വാസമാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഉള്ള സത്യം പറയാമല്ലോ, എനിക്ക് 2 മാസം കൂടുമ്പോൾ ചിലപ്പോൾ പൈസ വരുന്നത്. കാരണം എൻ്റെ $100 കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പൊ ചിലപ്പോൾ എനിക്ക് 1 മാസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ആ $100 കംപ്ലീറ്റ് ചെയ്യാന്നൊരു ടാസ്ക് ഭയങ്കരമാണ്. അപ്പം അത് ചെയ്യണ്ടെന്നല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ വലുതാവുമ്പം അത് ഭാവിയിൽ ആയിക്കോളും. അതോർത്ത് നിങ്ങൾ വിഷമിക്കില്ല. മോണിറ്റൈസേഷനെയോ നമ്മുടെ യൂട്യൂബ് ചാനലിനെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ അതിന്റെ കൂടെ സൈഡ് ബിസിനസ് തുടങ്ങിക്കോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ ഇതിനെ ആശ്രയിച്ച് ഇതിൽ നിന്ന് കിട്ടും എന്ന് വിചാരിച്ച് നിരന്തരം കഷ്ടപ്പെടുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചോ. ഒരു സൈഡിൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനൽ പോയിക്കൊണ്ടിരിക്കും. താഴെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ക്ലാസ്സാണ് എടുത്ത് കൊടുക്കുന്നതെന്നുള്ളത് ലിങ്ക് സഹിതം കൊടുക്കുക. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ആ വീഡിയോയിൽ നമ്മൾ പറയാം താഴെ ഇന്നപോലെ കൊടുത്തിട്ടുണ്ടേ ഒന്ന് കയറിക്കോളാൻ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളോടും പറഞ്ഞില്ല, നിങ്ങൾ ഫെമിലിയർ ഫേസ് ആകുക. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിലെ നൈറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ ചോറും കറിയും ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടാലും മതി. പക്ഷെ ചെയ്യുന്നതിൽ ജെനുവിനിറ്റി ഉണ്ടായിരിക്കണം. കാണുന്നവർക്ക് ഇതൊരു ഭയങ്കര നാടകമാണെന്ന് തോന്നരുത്. നമ്മൾ എന്താണോ എന്നോട് എൻ്റെ മക്കൾ എനിക്ക് പറഞ്ഞു തന്ന, അമ്മച്ചി എന്തിനാ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ആദ്യമായിട്ടല്ലേ നിങ്ങൾ എന്നെ കാണുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സിന് ചോദിച്ചു, നീ അല്ലാണ്ടാ സംസാരിക്കുന്നത്, നീ എന്തിനു പേടിച്ച് സംസാരിക്കുന്നത്, നീ ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞാൽ ജോളിയായിട്ട് തമാശയൊക്കെ പറഞ്ഞ് നിനക്ക് ഇരിക്കാൻ വയ്യേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മച്ചി എന്തിനാ അവിടെ പോയി അങ്ങനെ അമ്മച്ചിയായിട്ടിരിക്കൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് എന്നാണോ ഞാൻ എൻ്റെ മക്കളുടെ വാക്ക് കേട്ട് അന്നാണ് എൻ്റെ കുറച്ചുകൂടെ ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു നല്ല വശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അല്ലാതെ ഈ ചേച്ചി എന്തോ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു എന്നൊന്നും വിചാരിക്കില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലല്ലോ. പക്ഷെ ഹാർഡ് വർക്ക് ഉണ്ടടാ, നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിലും ചുമ്മാ ഇന്നൊരു വീഡിയോ എന്നാൽ ഇന്ന് ഇട്ടേക്കാന്ന് പറഞ്ഞാൽ ഓടി ചെല്ലരുതേ. നിങ്ങൾ എഡ്യൂക്കേഷൻ വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വൈറ്റ് ബോർഡൊക്കെ മേടിക്കണം. മൈക്ക് വീട് എല്ലാം 1500 അകത്ത് നിൽക്കുന്ന പരിപാടികളാണ്. നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് വീടിനകത്ത് വെളിച്ചമില്ല എന്ന് വിചാരിക്കും, സങ്കടപ്പെടേണ്ടടാ, നമുക്ക് വെളിയിൽ വെച്ചും ചെയ്യാം കേട്ടോ. നമ്മളൊരു മൈക്കൊക്കെ വെച്ച് നല്ല വീഡിയോസ് ഞാൻ എഡിറ്റിംഗ് വീഡിയോയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയുടെ ബാക്ക് സൈഡിലും സൈഡിലും ഒക്കെ നമുക്ക് വേണ്ടി ഇപ്പം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വീഡിയോ തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഫിഗറുകളും നമുക്ക് കൊടുക്കാവുന്ന ഈ കുട്ടികൾ പഠന സംബന്ധമായ കാര്യങ്ങൾ നമ്മുടെ വീഡിയോടൊപ്പം സൈഡിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും നല്ല ക്ലോസപ്പ് ആയിട്ട് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത്, അല്ലാതെ ആഡംബരത്തിലൊന്നും യാതൊരു കാര്യമില്ലടാ. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവണം. ഈ സ്റ്റിച്ചിങ് വീഡിയോ ചേച്ചി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വലിച്ചു വാരിയിട്ട് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കരുത് ആർക്കും. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരിയാണെങ്കിലും മനുഷ്യന് തല വിരുക്കുന്ന പോലെ പറയരുത്. നമ്മൾ ആ പറയുന്ന കാര്യം ഉദാഹരണങ്ങളൊക്കെ വെച്ച്, ഇപ്പം ഞാൻ ഉദാഹരണങ്ങൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഐഡിയ കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നമുക്കത് ഹാർഡ് വർക്ക് ഉണ്ട്. നമുക്ക് ആദ്യം ഇട്ടിട്ട് പോകണമെന്ന് എല്ലാ കാര്യങ്ങളും. പക്ഷേ അത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കണം. നമുക്ക് ലാസ്റ്റ് നമ്മൾ സത്യസന്ധമായിട്ട് ജെനുവിനായിട്ടും ഹാർഡ് വർക്ക് ചെയ്തും നമ്മളെ സമീപിക്കുന്ന സഹായത്തിനായിട്ട് വരുന്നവർ പൈസ തന്നു കഴിയുമ്പോൾ അവരെ ഉപേക്ഷിക്കരുത്. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും നമ്മൾ ചേർന്ന് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തമ്പുരാൻ നല്ല അനുഗ്രഹങ്ങൾ തരും. ഈ യൂണിവേഴ്സ് നമ്മൾ അനുഗ്രഹിക്കും. പോരാത്തതിന് ആളുകൾക്ക് സഹായം ചെയ്യുന്നവർ എപ്പോഴും നല്ലതായിട്ട് വളരുകയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ ആ പൈസ ഉദ്ദേശിച്ച് അവരെ അങ്ങനെ പൊട്ടനാക്കരുത്. നമ്മൾ കുറേ ദിവസം കഴിയുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ ഒന്നും ചെയ്യരുത്. അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ യൂട്യൂബ് സംബന്ധമായ എല്ലാ സംശയങ്ങളും യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങൾ പലരും ചെയ്യുന്നൊരു അബദ്ധമുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് ചെയ്യാൻ പാടില്ല. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ ചെയ്യാൻ പോവാണ്. അപ്പം ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, 10 രൂപ ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ച് വിഷമിക്കരുത്. ഒരു ദിവസം ഒരു 100 രൂപയാണെങ്കിലും സമ്പാദിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുറത്തേക്ക് വരട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്.